2014 മാർച്ച് 27 വിജയബേരിയുടെ പുതിയ കഥകൾ മുഴക്കി വന്ന ലിവർപൂളിൻ്റെ നായകൻ സ്റ്റീഫൻ ജെറാർഡ് പന്തുമായി ചെൽസിയുടെ ഡെംബാബയുടെ മുന്നിൽ കാൽവഴുതി വീഴുന്നു. അവസരം മുതലെടുത്ത ഡെംബാബെ ലിവർപൂൾ പോസ്റ്റിൽ നിറയൊഴിക്കുന്നു. കാലങ്ങളുടെ അവസാന കഥ ആരംഭിക്കുകയായിരുന്നു. 1.5 പതിറ്റാണ്ടിലേറെ ലിവർപൂൾ എന്നാൽ ജെറാർഡ് എന്നുള്ള ചൊല്ലിൻ്റെ കഥ പതിയെ അവിടെ അവസാനിക്കുകയാണെന്ന് 1.5 പതിറ്റാണ്ടുകൾക്കുള്ളിൽ അയാളിലൂടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സന്ദേഹങ്ങളും കണ്ട ഒരു ജനത വേദനയോടെ മനസ്സിലാക്കി. മാസങ്ങൾക്ക് ശേഷം അയാൾക്കൊരിക്കൽ കൂടി പിഴച്ചു. അയാളുടെ മിസ് ഹെഡ് ക്ലബിലെ കൂട്ടുകാരൻ സുവാരസ് മുതലാക്കിയതോടെ ഇംഗ്ലണ്ടിൻ്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുകയായിരുന്നു. അതോടെ അയാൾ ഇംഗ്ലീഷ് കുപ്പായം അഴിച്ചു. 1 വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട ആൻഫീൽഡിന് അന്ത്യചുംബനം നൽകി അയാൾ തൻ്റെ പ്രിയപ്പെട്ട ആരാധകരോട് വിട ചൊല്ലി നടന്നകന്നു. 1000 നെടുവീർപ്പോടെ ലിവർപൂൾ ജനത ജെറാർഡിനെ എടുത്തു. Champions League strike as good as anything the competition has produced in this and many a season. All qualify, and Steven Gerrard, how appropriate, was the man who settled it with the third and crucial goal. Well, it's progress very much in the right direction on all fronts. കാൽപാദങ്ങൾ വളഞ്ഞു ജനിക്കുന്ന ക്ലബ് ഫുട്ട് എന്ന ജനിതക രോഗത്തോടെ ജനിച്ച ബാലൻ. അവൻ നടക്കുമോ എന്ന സംശയം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ആശുപത്രി കിടക്കയിൽ ആ കുഞ്ഞു ബാലൻ ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങൾ ചെലവഴിച്ചു. ശസ്ത്രക്രിയകളും വേദനയുടെയും കാലത്തിന് പതിയെ അവസാനമായപ്പോൾ കുഞ്ഞു ജെറാർഡ് പന്ത് കെട്ടാൻ ആരംഭിച്ചു. 8-ാം വയസ്സിലാണ് അയാൾ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിലേക്ക് എത്തുന്നത്. 18-ാം വയസ്സിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം. പിന്നീട് 15 വർഷങ്ങൾ ലിവർപൂൾ ആരാധകരുടെ ചിന്തകളെ, ജീവിതത്തെ, സന്തോഷങ്ങളെ അത്രയേറെ സ്വാധീനിച്ച മറ്റൊരാളില്ല. തോൽവികളെ ഇഷ്ടപ്പെടാത്തവൻ, വിജയത്തിനായി അവസാന നിമിഷം വരെ പോരാടിയവൻ, കളിക്കാരെയും കാണികളെയും ഒരുപോലെ ഉത്തേജിപ്പിച്ചവൻ. ലിവർപൂളിൻ്റെ 2000ങ്ങളുടെ കഥകളെല്ലാം എഴുതുന്നത് ജെറാർഡിലൂടെയായിരുന്നു. AC മിലാനോട് 3 ഗോളിന് പുറകിലായ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. നിരാശയോടെ കളി അവസാനിച്ചെന്ന് കളിക്കാരും കാണികളും കരുതിയിടത്ത് ലിവർപൂളിനായി നായകൻ ജെറാർഡ് നിറയൊഴിക്കുന്നുണ്ട്. തങ്ങൾക്കായി ആർത്തു വിളിക്കുവാൻ അയാൾ കാണികളോട് ആവശ്യപ്പെട്ടു. ലിവർപൂൾ എക്കാലത്തും തിരിച്ചു വരും ഐതിഹാസിക കഥ പാടി. എത്രയേറെ വർഷങ്ങൾക്കും ഇപ്പുറം അവർ യൂറോപ്പിന് നെറുകിലേക്കെത്തി. ലിവർപൂൾ തെരുവുകൾ ജെറാർഡിൻ്റെ പേരിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. അതാദ്യത്തേതായിരുന്നില്ല, അവസാനത്തേത്. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് ലിവർപൂൾ ലീഗ് കപ്പ് നേടിയപ്പോൾ ആദ്യ ഗോൾ ജെറാർഡിൻ്റെയായിരുന്നു. 2006 FA കപ്പ് ഫൈനലിൽ 2 തവണയാണ് അയാൾ വെസ്റ്റ് ഹാമിനെ നിറയൊഴിച്ചത്. അതും തോൽവി ഉറപ്പിച്ച സമയത്ത് എക്സ്ട്രാ ടൈമിൽ 35 വാരാകളിൽ നിന്നും അത്ഭുത ഗോൾ നേടി ടീമിനെ ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവന്നു. തൻ്റെ കരിയറിലേറെയും അയാൾ കളി മെനയുന്നവനായിരുന്നു. എന്നാൽ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അങ്ങനെ ഒരുപാട് പൊസിഷനുകളിൽ അയാൾ കളിച്ചിരുന്നു. ബെനിറ്റ്സ് അയാളെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലും ഡീപ് ലേയിങ് പ്ലേ മേക്കറുമായും ഉപയോഗിച്ചു. അയാളിലൂടെ ലിവർപൂളിനെ ആരാധിച്ചവർക്കും ആസ്വദിച്ചവർക്കും അതിനേക്കാൾ മികച്ച ഒന്നിനെ ഇന്നും എക്കാലത്തും തിരഞ്ഞെടുക്കാനാകില്ല. ലോങ് റേഞ്ചുകൾ കൊണ്ട് മൈതാനത്ത് അത്ഭുതം പെയ്യിപ്പിച്ചിരുന്ന ഇംഗ്ലീഷുകാരൻ ഞാനടങ്ങുന്നൊരു തലമുറയുടെ റോൾ മോഡൽ തന്നെയായിരുന്നു. വിശ്വസിക്കാൻ കഴിയാത്തതെല്ലാം തൻ്റെ കാലുകൊണ്ട് നിർവചിച്ചിരുന്ന സ്റ്റീവൻ റെഡ്സിന് സമ്മാനിച്ചതെല്ലാം അളവിൽ കൂടുതലായിരുന്നു. അവരുടെ ദുഃഖങ്ങളുടെ പടിവാതിക്കൽ അയാൾ നിരന്തരം അത്യാത്ഭുതങ്ങൾ വരച്ചിട്ടു. ഉദയാസ്തമയങ്ങൾ പോലെ തൻ്റെ ആരാധകർക്ക് വേണ്ടി നിരന്തരം നിരാശയിൽ നിന്നും പുതിയ വെളിച്ചം വീശിക്കൊണ്ടേയിരുന്നു. തൻ്റെ ശരീരവും ജീവിതവും അയാൾ ലിവർപൂളിന് വേണ്ടി സമർപ്പിച്ചു. തിരിച്ചും ആൻഫീൽഡിലെ ആരാധകർ അയാളിലൂടെ ജീവിതവും സ്വപ്നവും പൂർണ്ണമാക്കി. സുവർണകാലം സമ്മാനിച്ചിട്ടും പക്ഷേ ആൻഫീൽഡിൽ നിന്നും അയാൾ നടന്നകുന്നത് ഒരേ ഒരു നഷ്ടബോധത്തോടെയാണ്. ഒരു പ്രീമിയർ ലീഗിൽ മുത്തമിടുവാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായില്ല.
അയാളുടെ ആ സ്ലിപ്പിൽ അവർക്ക് പ്രീമിയർ ലീഗ് നഷ്ടപ്പെടുത്തിയെന്ന ചിലയിടത്തു നിന്നുണ്ടായ കുറ്റപ്പെടുത്തലുടെ വേദന പേറി ജെറാർഡിൻ്റെ മനസ്സ് ഇന്നും ആൻഫീൽഡിൻ്റെ മൈതാനത്ത് നിൽക്കുന്നുണ്ടാകും. ജീവിതം മുഴുവൻ ആ കുറ്റബോധം പേറുമെങ്കിലും ലിവർപൂളിന് ജെറാർഡ് വെറും ഒരു ലെജൻഡ് ആയിരുന്നില്ല. ഒരു തലമുറയിലെ അവരുടെ ഏറ്റവും മികച്ച പ്ലെയർ മാത്രമായിരുന്നില്ല. അയാൾ അവരുടെ വികാരമായിരുന്നു, അവരുടെ ജീവിതമായിരുന്നു. ലിവർപൂൾ തെരുവുകളിൽ ഇന്നും ജെറാർഡിൻ്റെ ചിത്രങ്ങൾ കാണാം. അയാളുടെ രക്തം കിനിഞ്ഞ ഓർമ്മകൾ വരച്ചിട്ടത് ഇന്നും ഉണങ്ങാതെ അങ്ങനെ ചുവരുകളിൽ പറ്റിക്കിടക്കുന്നുണ്ട്. ചുവപ്പണിഞ്ഞ അന്തരീക്ഷത്തിലൂടെ പരേഡുകൾക്ക് നടുവിൽ അയാൾ അങ്ങനെ കിരീടം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഇന്നും ആ ജനത ഓർത്തു വെക്കുന്നുണ്ട്. ജെറാർഡിൻ്റെ പേര് ഉറക്കാലറി വിളിച്ച ആ നാളുകളിൽ ജീവിച്ചിരുന്നവർ ഇന്നും ഇങ്ങനെ പറയുന്നുണ്ട്, ഹി വാസ് എൻ ഇമോഷൻ, ഹി വാസ് ദ ലൈഫ്, ഹി വാസ് ദ ഫുട്ബോൾ എന്ന്. യെസ്, ദ മാൻ, ദ റിയൽ ഹീറോ, ദ സ്റ്റീവൻ ജോർജ് ജെറാർഡ്. Place in the last 16 of the Champions League by 3 goals to 1. Olympiacos are out.